താലി മഹാത്മ്യം. രചന ലക്ഷ്മി ശ്രീനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കാശി പറഞ്ഞിട്ടാകെ തറഞ്ഞിരിക്കായിരുന്നു ഭദ്ര. അവൾക്കെന്തോ പെട്ടെന്ന് അവന്റെ വാക്കുകൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെ. അവന് തന്നോട് വെറുപ്പാണ്, ദേഷ്യമാണ്, അതൊക്കെ അറിയാം. പക്ഷേ ഇടയ്ക്ക് അവന്റെ സ്നേഹം കാണുമ്പോൾ അതൊക്കെ മറന്നു പോവാറുണ്ട്. അതിനുള്ളതാണ് കിട്ടിയത്. അവന്റെ കാർ മുറ്റെന്ന് പോകുന്ന ശബ്ദം കേട്ടിട്ട് പോലും ഭദ്ര ഒരടി അനങ്ങിയില്ല. കണ്ണുകൾ നിറഞ്ഞു. ഭദ്രയ്ക്ക് എന്തോ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. അവൾ സോഫയിൽ തന്നെ കണ്ണുകളടച്ച് കിടന്നു. ഭദ്ര വീണ്ടും പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ തുടങ്ങി. എന്താടി, എന്താ ഉണ്ടായി? എന്തിനെങ്ങനെ കരയുന്നേ? തന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയുന്ന സംഘുവിനോട് ഭദ്ര ചോദിച്ചു. സിദ്ധു അടുത്തുണ്ട്. എന്താടാ, എന്താ പറ്റിയേ? കുറച്ചു കഴിഞ്ഞ് അവളൊന്ന് ഓക്കെ ആയപ്പോൾ അവളുടെ മുഖം പിടിച്ചു വരുത്തി ചോദിച്ചു. സാറിന് എന്നോട് ഇഷ്ടമൊന്നുമില്ല, വെറുപ്പ് മാത്രമേ ഉള്ളത്, വെറും വെറുപ്പ് മാത്രം. ഭദ്രയും സിദ്ധുവും പരസ്പരം നോക്കി. പോട്ടെ, നീ വിഷമിക്കാതെ, നമുക്ക് ശരിയാക്കാം. ഇവിടുന്ന് ഇങ്ങനെ കരഞ്ഞാൽ എല്ലാവരും കാര്യം ചോദിക്കും. കുറച്ചു പേർക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഭദ്ര അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. സംഘു കണ്ണു തുടച്ച് ചുറ്റും നോക്കി. കുറച്ചു പേരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് പോവാം. 3 പേരും കൂടെ പാർക്കിംഗ് ഏരിയയിലെത്തിയപ്പോൾ കാശി അവരെ നോക്കിയിട്ട് ദേഷ്യത്തിൽ കാറെടുത്തു പോയി. സിദ്ധു 2 പേരെ ഓർഫനേജിൽ ഡ്രോപ്പ് ചെയ്തു പോയി. അന്ന് രാത്രി കിടക്കുമ്പോൾ സംഘുവിന് എങ്ങനെ അവിടെ പ്രണയം നേടിക്കൊടുക്കണമെന്നതായിരുന്നു ഭദ്രയുടെ മനസ്സിൽ. എന്നാൽ സംഘു ആവട്ടെ അവന്റെ മുന്നിൽ പോകാൻ പോലും ധൈര്യമില്ലാത്ത വിധം തകർന്നു പോയിരുന്നു. പിറ്റേന്ന് രാവിലെ പതിവില്ലാതെ സംഘു ഭദ്രയെ കൂട്ടി അമ്പലത്തിൽ പോയി കുറേ സമയം പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്നപ്പോൾ അവളുടെ മനസ്സൊന്ന് ശാന്തമായി. പിന്നെ 2 പേരും കോളേജിലേക്ക് പോയി. പിന്നെയുള്ള 2-3 ദിവസം കാശി കോളേജിൽ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സംഘവും ഭദ്രയും ലൈബ്രറിയിൽ ഇരിക്കുമ്പോഴാണ് കാശി അവൻ്റെ ഫ്രണ്ട്സും കൂടെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ച് സ്റ്റാഫ് റൂമിൽ പോകുന്നത് കണ്ടത്. സംഘു കണ്ടപാടെ മുഖം കുനിച്ചു. ഭദ്ര അവനോട് കണ്ട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. സംഘു, നീ ഇവിടെ ഇരിക്കേ, ഞാനിപ്പോൾ വരാം. ഭദ്ര വേഗം എണീറ്റു. സംഘു അവളുടെ കയ്യിൽ പിടിച്ചു. ഇല്ലാത്ത സ്നേഹം എനിക്ക് വേണ്ടി പിടിച്ചു വാങ്ങണ്ടടാ. സംഘു കണ്ണു നിറച്ച് ചെറിയ ചിരിയോടെ പറഞ്ഞു. പിടിച്ചു വാങ്ങലല്ല, നിന്റെ സ്നേഹം സത്യമാണെന്ന് പറയാനാണ് പോകുന്നത്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വേണ്ട. അതും പറഞ്ഞ് ഭദ്ര പോയി. സ്റ്റാഫ് റൂമിൽ അവനും അവൻ്റെ ഫ്രണ്ട്സും മാത്രമാണ് ഉണ്ടായിരുന്നത്. കയറിപ്പോകാൻ മടിയുണ്ടായിരുന്നെങ്കിലും രണ്ടും കൽപ്പിച്ച് കയറിപ്പോയി. ഭദ്രയെ കണ്ടതും കാശി അവളെ സൂക്ഷിച്ച് നോക്കി. എന്താ? അവൻ പുരികുയർത്തി ചോദിച്ചു. എനിക്ക് സാറിനോടും സംസാരിക്കണം. അവൻ കൂട്ടുകാരൻ നോക്കിയിട്ട് എണീറ്റ് പുറത്തേക്ക് പോയി. പുറകെ അവളും. എന്താ സംസാരിക്കാനുള്ളത്? ഗൗരവം ഒട്ടും വിടാതെ അവൻ ചോദിച്ചു. സർ, സംഗീത. എനിക്ക് ആ കുട്ടിയുടെ കാര്യമൊന്നും കേൾക്കണ്ട, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. സാറ് കേട്ടേ പറ്റൂ. ഒരു പെണ്ണിങ്ങനെ പുറകെ നടന്ന് ഇഷ്ടം പറയില്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു കരുതിയിട്ട്. എന്നിട്ട് അവൾ വന്ന് പറഞ്ഞ സാറിന് അത്ര ഇഷ്ടമായതുകൊണ്ടാണ്. ആ ഇഷ്ടം മനസ്സിലാക്കാതെ പോയാൽ സാറ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോർത്ത് ദുഃഖിക്കും. ഭദ്ര ദേഷ്യത്തിൽ പറഞ്ഞു. നിർത്തി. എനിക്ക് അവളോട് പ്രേമം പോയിട്ടൊരു സഹതാപം തോന്നില്ല. അവളെപ്പോലെ പെൺകുട്ടികൾക്ക് പലരോടും പല ഇഷ്ടവും തോന്നും. അതൊന്നും എൻ്റെ അടുത്ത് ചെലവാവില്ല. അല്ലെങ്കിൽ തന്നെ അവളെപ്പോലെ ഒരുത്തെ പ്രേമിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. സർ, സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ അവളോട് പറഞ്ഞേക്ക്, ഇനി പ്രേമം കോപ്പെന്നൊക്കെ പറഞ്ഞതിന്റെ പിന്നാലെ നടന്ന കൊന്ന് കായലിൽ താഴ്ത്തുന്നു. പെണ്ണാണെന്ന് ഞാൻ നോക്കൂല. ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. കാശി ദേഷ്യത്തിൽ തിരിച്ചുപോയി. ഭദ്രാവിന് ദേഷ്യത്തിൽ നോക്കിയിട്ട് സംഘുവിൻ്റെ അടുത്തേക്ക് പോയി. എന്താടാ സാർ പിന്നെ വഴക്ക് പറഞ്ഞു? പോട്ടെ സംഘു, നമുക്കിത് വേണ്ടടാ. ഭദ്ര ചെറിയ സങ്കടത്തിൽ പറഞ്ഞു. സംഘം ചിരിക്കുക മാത്രം ചെയ്തു. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ പല പ്രാവശ്യം കാശിയും ഭദ്രയും തമ്മിൽ കണ്ടുവെങ്കിലൊന്നും സംസാരിച്ചില്ല. സംഘം അവൻ്റെ കാര്യം പാടെ മറന്ന പോലെ നടന്നു. അങ്ങനെ ഒരു ദിവസം കോളേജിൽ ന്യൂസ് ബിൽഡിംഗ് ഉദ്ഘാടനവും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഭദ്രക്ക് അതിലൊരു ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു. സംഘം അവിടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് സംഘം എന്തോ ആവശ്യത്തിന് ഓഡിറ്റോറിയത്തിൽ നിന്ന് പോയി. പ്രോഗ്രാം കഴിഞ്ഞ് ഭദ്ര പുറത്തിറങ്ങുമ്പോൾ സിദ്ധു അവളെ വിളിച്ചു. ക്ലാസ്സിൽ കാശി സാറുണ്ട്. സാറ് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഈശ്വര, അവൾ വീണ്ടും പിന്നാലെ പോയോ? ഭദ്ര തലയിൽ കൈവച്ച് പോയി. സാറെന്തോ ദേഷ്യത്തിൽ കയ്യിൽ പിടിച്ച് വലിച്ചാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. ഞാൻ അടുത്തു പോയതായിരുന്നു. അപ്പോഴേക്കും ഡോറടച്ച്. ഇയാളെന്തിനാ ഈ സമയത്ത് അവൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്? അറിയില്ല, വാ പോയി നോക്കാം. അവർ 2 പേരും അവിടെ എത്തുമ്പോൾ ഡോർ ലോക്കാണ്. ഭദ്ര കുറെ വിളിച്ചെങ്കിലും വാതിൽ തുറന്നില്ല. ഒടുവിൽ സിദ്ധു വാതിൽ തള്ളി തുറന്നു. വാതിൽ തുറന്നപ്പോൾ കണ്ടത് സംഘുവിന്റെ കഴുത്തിൽ ചുറ്റിയ ഷാൾ എടുക്കുന്ന കാശിയും ബോധമില്ലാതെ നെറ്റിയിലും ചുണ്ടിലും മുറിവുമായി കിടക്കുന്ന സംഘുവും. ഭദ്ര കാശിയെ പിടിച്ചുതള്ളി സംഘുവിനെ തട്ടി വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ കണ്ണു തുറന്നില്ല. അപ്പോഴേക്കും കുട്ടികളും സാറുമാരൊക്കെ അവിടെ നിറഞ്ഞു. എല്ലാവരും ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും സംഘം മരിച്ചിരുന്നു. പോലീസ് കേസേറ്റെടുത്തു. മരണകാരണം തലക്കേറ്റ ക്ഷതം തന്നെയായിരുന്നു. തൊട്ടു പിന്നാലെ പോലീസ് എല്ലാവരുടെയും മൊഴിയെടുത്തു. ഭദ്ര കാശിക്കെതിരെ മൊഴി കൊടുത്തു. അവനാണ് കൊന്നതെന്നും പ്രണയാഭ്യർത്ഥന നടത്തിയ പേരിൽ ഭീഷണിപ്പെടുത്തിയിരുന്നെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോലീസ് ഭദ്രയുടെ മൊഴി രേഖപ്പെടുത്തി കാശിയെ അറസ്റ്റ് ചെയ്തു. ബന്ധുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊതുശ്മശാനത്തിൽ തന്നെ അവളുടെ മൃതദേഹം അടക്കം ചെയ്തു. കാശി 3 ദിവസം ലോക്കപ്പിലായിരുന്നു.
4-ാം ദിവസം കോടതിയിൽ വക്കീൽ കോളേജിലെ CCTV വിഷ്വൽസ് കാണിച്ചു. അതിൽ മുഖംമൂടി ധരിച്ച മറ്റൊരാൾ നേരത്തെ തന്നെ കൊലപാതകം നടത്തിയിരുന്നു. അതിനുശേഷം ക്ലാസ്സിലേക്കായിരുന്ന കാശിയെയും പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്ന മറ്റൊരാളെയുമാണ് കാണുന്നത്. അയാൾ മുഖംമൂടി ധരിച്ചിരുന്നു. തെളിവുകളുടെ അഭാവത്തിൽ കേസ് കോടതി തള്ളി. പിന്നാലെ പോകാൻ ബന്ധുക്കളില്ലാത്തതുകൊണ്ട് തന്നെ ആ കേസ് അവസാനിച്ചു. അന്ന് തന്നെ സിദ്ധുവിനെ ആരെ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് പറഞ്ഞ് കാശിയോട് ഭദ്ര മാപ്പ് പറയാൻ പോയപ്പോൾ അവനവന്റെ നഷ്ടത്തിന്റെയും നാശത്തിന്റെയും കണക്ക് പറഞ്ഞു. ഒപ്പം ഭദ്രയോട് പ്രതികാരം ചെയ്യുമെന്ന്. കാശിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവന്റെ സ്വപ്നമായിരുന്ന IPS അത് കയ്യെത്തും ദൂരം തട്ടിത്തെറിപ്പിച്ച ഭദ്രയോടുള്ള ദേഷ്യം. 2, അവന്റെ ദയവേട്ട അവനെ ഏൽപ്പിച്ചു പോയ ഒരു വലിയ ദൗത്യമുണ്ടായിരുന്നു. അത് നടപ്പിലാക്കാൻ പറ്റാത്ത ദേഷ്യം. നാട്ടുകാർക്കും വീട്ടുകാർക്കും മുന്നിൽ നാണം കെട്ട് തലകുനിച്ച് ഇറങ്ങേണ്ടി വന്ന അവസ്ഥ എല്ലാം ഭദ്രയോടുള്ള ദേഷ്യത്തിന് കാരണമായിരുന്നു. ചേച്ചി, പുറത്തുനിന്ന് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടിയെണീറ്റു. ഭദ്ര ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. മൊത്തം ഇരുട്ട് വീണ് കിടപ്പുണ്ട്. അവൾ എണീറ്റ് ലൈറ്റ് ഓണാക്കി പുറത്തേക്ക് ഇറങ്ങി. അവിടെ കാവേരി ഇരിപ്പുണ്ട്. എന്തു ഉറക്കാ ചേച്ചി ഇത്? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു? കാവേരി പരാതി പോലെ പറഞ്ഞു. ഞാനവിടെ വെറുതെ കിടന്ന ഉറങ്ങിപ്പോയി. നീ വാ. അല്ല, എന്താ ഈ നേരത്ത്? കാശിയേട്ടൻ പോകുന്നതിന് മുന്നേ വീട്ടിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതാ ഞാനിങ്ങ് വന്നേ. അമ്മയച്ഛനും വരുന്നുണ്ട്. ഭദ്ര കാര്യം മനസ്സിലാവാതെ നോക്കി. കാശി എന്താ പറഞ്ഞേ? കാശിയേട്ടൻ പറഞ്ഞു കുറച്ച് ദിവസം ഏട്ടൻ ഇവിടെ ഉണ്ടാവില്ല, ചേച്ചി ഒറ്റക്കാണ്, അതുകൊണ്ട് ഞങ്ങളോട് ഇവിടെ വന്ന് നിൽക്കുക. കാശിയേട്ടൻ വന്നിട്ട് തിരിച്ചു പോയാൽ മതിയെന്ന്. അച്ഛൻ ആദ്യം സമ്മതിച്ചില്ല. പിന്നെ അമ്മയോട് ഇവിടെ ജോലിക്ക് നിൽക്കാൻ കൂടെ പറഞ്ഞു. അതോടെ പ്രശ്നം കഴിഞ്ഞു. ഞാനിന്ന് മുതൽ ചേച്ചിയുടെ കൂടെയാ. കാവേരി ഉത്സാഹത്തിൽ പറഞ്ഞു. ഭദ്ര വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. കുറച്ച് കഴിഞ്ഞ് കാവേരിയുടെ അമ്മയും അച്ഛനും ഓട്ടോയിൽ വന്നു. അവരോട് സംസാരിച്ച് അച്ഛൻ രാത്രി വീട്ടിൽ പോവും, അമ്മയും കാവേരി മാത്രമേ രാത്രി കാണൂ എന്ന് പറഞ്ഞു. എല്ലാവരും കഴിച്ചു കിടന്ന ശേഷം ഭദ്ര ഫോണെടുത്ത് പുറത്തേക്കിറങ്ങി കാശിയെ വിളിച്ച്. ഹലോ. 2 റിങ്ങിൽ തന്നെ കോൾ എടുത്തു കാശി. എന്താ കാശിനാഥൻ്റെ ഉദ്ദേശം? ആരെ കാണിക്കാനാ ഇങ്ങനെയൊരു ഷോ? ഭദ്രയുടെ സ്വരം കടുത്തിരുന്നു. എന്തൊക്കെയാടി നീ വിളിച്ചു പറയുന്നത്? നിന്റെ മനസ്സിൽ എന്താ കാശി? നീ ഇവിടുന്ന് പറഞ്ഞു പോയത് എന്താ? ഇപ്പൊ കാണിക്കുന്നത് എന്താ? നീ എനിക്ക് കൂട്ടിന് അവരിവിടെ ആക്കേണ്ട ആവശ്യം എന്താ? എന്റെ കൂട്ടിനാണോ നിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ച് കടന്നുള്ളെന്ന് കരുതിയാണോ? അതോ ഇനി ഞാൻ ആരെങ്കിലും വിളിച്ച് വീട്ടിൽ കയറ്റുന്ന ഭയന്നാണോ? കുറെ നേരായല്ലോ. എന്താടി താഴ്ന്നു തരുന്ന ഒരു തലി കയറുവാണോ? എന്തായാലും നിന്റെ ഈ പ്രഹസനം കൊള്ളാം. ആരെ കാണിക്കാനാണെങ്കിൽ അതുകൊണ്ട് ആ കുടുംബത്തിന് 10 പൈസ കിട്ടുന്ന കാര്യമായതുകൊണ്ട് അതുകൊണ്ട് മാത്രമേ ഞാനൊന്നും മിണ്ടുന്നില്ല. അത്രയും പറഞ്ഞ് ഭദ്ര കോൾ കട്ട് ചെയ്തു. കാശി ദേഷ്യം വന്ന് ഫോൺ എടുത്ത് ബെഡിലിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ശിവ അവൻ്റെ അടുത്തേക്ക് വന്നു. കാശിയേട്ടാ? അവളുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ കാശിയുടെ മുഖം വലിഞ്ഞു മുറുകി. കാശി കണ്ണുകളടച്ച് നിയന്ത്രിച്ചുകൊണ്ട് അവളെ നോക്കി. എന്താ? കാശിയേട്ടൻ തിരക്കിലാണോ? ഇല്ല, പറഞ്ഞോ. ഞാനിപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുമല്ലേ, ഞാൻ കൂടെ കമ്പനിയിൽ ജോയിൻ ചെയ്തോട്ടെ? കാശി ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ ചിരിയോടെ അവളെ നോക്കി. നാളെ ഞാനൊരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്യും, എൻ്റെ PA പോസ്റ്റ് ഉൾപ്പെടെ. കമ്പനിയിലെ എല്ലാവർക്കും ഉണ്ട്. അവരുടെ സ്ഥാനങ്ങൾ മാറ്റാനും ആവശ്യമില്ലാത്ത പലരെയും പുറത്തേക്ക് പറഞ്ഞേക്കാനുള്ള ഒരു സ്പോട്ട് ഇൻ്റർവ്യൂ. കാശി ഗൗരവത്തിൽ പറഞ്ഞതും ശിവയുടെ മുഖം പൂനിലാവ് ഉദിച്ച പോലെ തിളങ്ങി. കാശി ഒരു പുച്ഛം കലർന്ന ചിരിയോടെ പുറത്തേക്ക് പോയി. കാശി. കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴായിരുന്നു മഹിയുടെ വിളി. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. എന്താടാ, ഭാര്യയെ കാണാണ്ടിരിക്കാൻ പറ്റില്ലേ? നിന്നോട് പറഞ്ഞല്ലേ ഞാൻ മോളെ കൂടെ കൊണ്ടുവരാൻ. അതിനുള്ള സമയമാവട്ടെ, എന്നിട്ട് നോക്കാം. ഞാൻ പോയിട്ട് വരാം. ബോധമില്ലാത്ത പെണ്ണ, എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതേ ചെയ്യൂ. അതും പറഞ്ഞ് ചിരിയോടെ കാശി കാറെടുത്ത് പോയി. ഭദ്ര കാവേരിയുടെ അമ്മക്കും കാവേരിക്കും അവളുടെ മുറിയാണ് കൊടുത്ത്. എന്നിട്ട് അവൾ കാശിയുടെ മുറിയിലേക്ക് പോയി. അവൻ പറഞ്ഞ വാക്കുകൾ ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. അവൾക്കെന്തോ ആ മുറിയിൽ കിടക്കാൻ തോന്നിയില്ല. പക്ഷെ കിടക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടൊരു ഷീറ്റ് എടുത്ത് താഴെ വിരിച്ച് കിടക്കാൻ തുടങ്ങുമ്പോഴാണ് പുറത്ത് കോളിംഗ് ബെല്ലടി കേട്ടത്. ഭദ്ര സംശയത്തിൽ ഫോൺ എടുത്ത് സമയം നോക്കി. വീണ്ടും ബെല്ല് കേട്ടതും ഭദ്ര വാതിൽ തുറക്കാനായി എണീറ്റ് പോയി. അപ്പോഴേക്കും കാവേരി അമ്മയും കൂടെ വാതിൽ തുറന്നു. മുന്നിൽ നനഞ്ഞു വിളിച്ചു നിൽക്കുന്ന കാശിയെ കണ്ട് ഭദ്ര ചെറുതായി ഒന്ന് ഞെട്ടി. മോനായിരുന്നോ? മോളെ ടവലെടുത്ത് കൊടുക്ക്, മോനാകെ നനഞ്ഞു. കാവേരിയുടെ അമ്മ പറഞ്ഞപ്പോൾ ഭദ്ര കാശി ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അകത്തേക്ക് കയറി. അവരെ നോക്കി ചിരിച്ചുകൊണ്ട് കാശിയും മുറിയിലേക്ക് കയറി. അവളെ നോക്കി ടവലെടുത്തൊരു ഡ്രസ്സും എടുത്ത് അവൻ ബാത്റൂമിൽ കയറി. ഭദ്ര താഴെ വിരിച്ചിട്ട് ഷീറ്റിലിരുന്നു. കുറച്ചു കഴിഞ്ഞ് കാശി ഇറങ്ങി വരുമ്പോൾ താഴെ ഇരിക്കുന്ന ഭദ്രയെ കണ്ടു. അവനൊന്ന് നോക്കി. പക്ഷേ അവൾ അവനെ മൈൻഡ് ചെയ്യാതെ ഫോണിൽ നോക്കി അവിടെ ഇരുന്നു. അവൻ ബെഡിലേക്ക് ഇരുന്നു. സോറി, അവൻ പതിയെ പറഞ്ഞു. പക്ഷേ ഭദ്ര അവനെ നോക്കാൻ പോയില്ല. നീ നിന്നോട് ഞാൻ സോറി പറഞ്ഞു, കാശി ദേഷ്യത്തിൽ പറഞ്ഞു. ഞാനതിനിപ്പോൾ എന്ത് വേണം കാശി? നീ പ്രതികാരം ചെയ്യാൻ വാങ്ങിയ പാവയാണല്ലോ ഞാൻ. അപ്പം നിനക്ക് ദേഷ്യം വരുമ്പോൾ വായിത്തോന്ന് പറയുന്നു, കുറച്ച് കഴിഞ്ഞ് സോറി പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ അല്ലേ? അതിന് ഞാനെന്താ മറുപടി അറിയേണ്ടത്? ഭദ്ര വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയുന്നത് വീണ്ടും ദേഷ്യം പിടിപ്പിക്കരുത്. നിനക്ക് മാത്രമല്ല എനിക്കും ദേഷ്യമുണ്ട്. എന്ന് വെച്ച് ഞാൻ നിന്നോട് വായിത്തോന്ന് വിളിച്ചു പറയട്ടെ? നിനക്കിങ്ങനെ പന്തെട്ടും പോലെ തട്ടാം.
കാരണം എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അനാഥയല്ലേ? അവളുടെ സ്വരമിടറി. അല്ല. ഭദ്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ അനാഥയല്ല. അത്രമാത്രം പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി. കാശിയിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഭദ്ര പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നല്ല മഴയാണ്. കാശി കാറിൻ്റെ അടുത്തെത്തിയിരുന്നു. ഭദ്ര ആ മഴ നനഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി. കാശി അവൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തി. നിനക്കെന്നാടി ഭ്രാന്തായോ ഈ മഴ നനയാൻ? അവൻ കൂടെ അവൾക്ക് നേരെ പിടിച്ചു കൊടുത്തു. നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഭദ്ര അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ചോദ്യം. എന്തിൻ്റെ അർത്ഥം എന്താന്ന് കാശി മനസ്സിലാകാത്ത പോലെ ചോദിച്ചു. കാശി, നിനക്കറിയാം ഞാൻ എന്താ ചോദിക്കുന്നെന്ന്. പറയ്, ഞാൻ അനാഥയില്ലെന്ന് നീ പറഞ്ഞു എന്തുകൊണ്ടാ? നിനക്കിപ്പോൾ ഒരു അവകാശമുണ്ട്, ഈ ഞാൻ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ മുഖത്തേക്ക് നോക്കി പറ കാശി. നീ കള്ളം പറയുക, നിന്റെ കണ്ണിൽ അത് വ്യക്തമാ. അവൻ്റെ മുഖത്ത് കൈ ചേർത്ത് അവൾ പറഞ്ഞു. ഭദ്രയ്ക്ക് എന്തോ പെട്ടെന്ന് തനിക്ക് ആരൊക്കെയുള്ളത് പോലൊരു ഫീല്. അതുകൊണ്ട് തന്നെ കളിപ്പാട്ടം കിട്ടാത്തൊരു കുട്ടിയുടെ വാശി പോലെ അവനും കൊണ്ട് പറയിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഭദ്ര. കാശി, സത്യം പറയും, നിനക്ക് എൻ്റെ അച്ഛനെയും അമ്മയും അറിയോ? അവളുടെ ആകാംക്ഷ ഇരുട്ടിലും തെളിഞ്ഞ് കാണാമായിരുന്നു. എനിക്ക് ആരെക്കുറിച്ചൊന്നും അറിയില്ല. നിനക്കൊരു അവകാശമേ ഉള്ളൂ ഇന്ന് ഈ ഭൂമിയിൽ. അത് ഞാനാ, ഞാൻ മാത്രം. കാശി അവളെ പിടിച്ചള്ളി കാറിലേക്ക് കയറിപ്പോയി. ഭദ്രക്ക് അപ്പോഴും അവൻ പറഞ്ഞ് വിശ്വസിക്കാനായില്ല. ആരോ ഒരാൾ തനിക്കുണ്ട് എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. കാശി പോയിട്ടും ഒരുപാട് സമയം മഴ നനഞ്ഞിട്ടാണ് ഭദ്ര അകത്തേക്ക് കയറിപ്പോയത്. ആഹാ, ഇത് കൊള്ളാം. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി എന്താ പരിപാടി? ഒരാൾ നനഞ്ഞു വരുന്നു, തിരിച്ച് കുടയും കൊണ്ട് പോകുന്നു. അടുത്ത ആൾ നനഞ്ഞ കോഴിയായി കയറി വരുന്നു. കാവേരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭദ്ര അവളെ നോക്കി വെറുതെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവൾക്ക് അവൻ്റെ വാക്കുകളിൽ എന്തോ പ്രതീക്ഷ തോന്നി. ആരോ തനിക്ക് സ്വന്തമെന്ന് പറയാനുള്ളതുപോലെ. ഭദ്ര എന്തൊക്കെയോ ആലോചിച്ച് ഉറപ്പിച്ച് അവിടെ തന്നെ ഇരുന്നുറങ്ങി. കാശിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവളോട് അപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞു പോയതാണ്. പെണ്ണത് മനസ്സിൽ വെച്ച് വീണ്ടും വന്ന് ചോദിക്കുന്ന കരുതിയില്ല. കാശി അവളുടെ ബാഗിൽ നിന്ന് വീണുപോയ ഡയറി ഒരിക്കൽ വായിച്ചിരുന്നു. അതിൽ അവളുടെ അച്ഛനെയും അമ്മയും കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഡയറി ഭദ്ര വായിച്ചില്ലെന്ന് കാശിക്ക് അവളുടെ ഇന്നത്തെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി. പക്ഷേ കാശിക്ക് ഒരു അബദ്ധം പറ്റിയിരുന്നു. കാശി ആ ഡയറി തിരിച്ച് അവളുടെ ബാഗിൽ തന്നെ വെച്ചിരുന്നു. അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. അവൾ അവരെ തിരക്കി പോയാൽ അവൾ സ്വന്തം ഉറപ്പെണ്ണാണെന്ന് അറിഞ്ഞത് അപ്പോഴായിരുന്നു. പണ്ട് വീട്ടിൽ നിന്ന് മുത്തശ്ശൻ ഇറക്കി വിട്ട് പടിയടച്ച് പിണ്ടം വെച്ച ഇന്ദുജാവർമ്മയുടെയും ജോൺ സാമുവിൻ്റെയും 2 മക്കളിൽ ഒരാളാണ് ശ്രീഭദ്ര. ഒരാൾ കൂടിയുണ്ട്, ശ്രീദുർഗ. അത്രയും മാത്രമാണ് ആ ഡയറിയിലുണ്ടായിരുന്ന വിവരം. അവരെവിടെയാണെന്നോ ജീവനോടുണ്ടോ എന്നൊന്നും അറിയില്ല. എല്ലാം കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് ഓർഫനേജിലേക്ക് പോയതും അന്ന് വരാൻ വളരെ വൈകിയതുമൊക്കെ. കാശി ഓരോന്ന് ആലോചിച്ച് ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തുമ്പോൾ കുറച്ച് വൈകിയിരുന്നു. നടക്കാനിരിക്കുന്ന അപകടങ്ങൾ അറിയാതെ അവൻ ആ വീട്ടിലേക്ക് പ്രവേശിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.